മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ബാഗ് കണ്ടെയ്ൻ 5 ബ്ലാക്ക് ആൻഡ് 6 വൈറ്റ് ബോൾ. 4 balls of the same color, black or white, are added to the bag. One of the ball is thrown. The ball thrown, what is the probability that the both are added black? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിനകത്ത് നമുക്ക് തന്നേക്കണം ഒരു ബോക്സ്. ആ ബോക്സിനകത്ത് എത്രയുണ്ട്? 6 വൈറ്റും പിന്നെ എത്രയാണ്? നമ്മൾ 5 ബ്ലാക്ക് ബോളും ഉണ്ട്. ആ ബോക്സിനകത്ത് 6 വൈറ്റും 5 ബ്ലാക്ക് ബോളും ഉണ്ട്. ഇതാണ് ഒന്നാമത് പറഞ്ഞത്. ഇതിനകത്തേക്ക് നമ്മൾ എന്താണ്? 4 balls of the same color are added. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ 6 വൈറ്റിന്റെ കൂടെ എത്രയാണ്? ഒരു 4 വൈറ്റോടെ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ 5 ബ്ലാക്കിന്റെ കൂടെ 4 ബ്ലാക്കോടെ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് വൈറ്റ്, ഇവിടെ വൈറ്റ്. അപ്പൊ ഇത് എങ്ങനെയായി കിട്ടി? നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത് 6 4 10 വൈറ്റായി, ഇവിടെ 5 4 9 ബ്ലാക്കുമായി. ഇതാണ് നമ്മുടെ ടോട്ടൽ വരുന്നത്. അതായത് നമ്മുടെ ബോക്സിനകത്ത് ഉണ്ടായിരുന്ന 6 വൈറ്റും 5 ബ്ലാക്കും രണ്ടാമത്തെ ബോക്സിന് ആ ബോക്സിലേക്ക് തന്നെ നമ്മൾ സെയിം കളർ 4 വൈറ്റും ആഡ് ചെയ്തു, 4 ബ്ലാക്കും ആഡ് ചെയ്തു. 4 വൈറ്റ് ആഡ് ചെയ്തപ്പോൾ ഇവിടെ എത്രയായി? 10 വൈറ്റായി, ഇവിടെ എത്രയായി? 9 ബ്ലാക്കായി. ഇനി നമ്മളോട് ചോദിച്ചേക്കണം ദ ബോൾ ഈസ് ത്രോൺ ഇസ് 1 ball is thrown. ഒരു ബോളാണ് നമുക്ക് എടുക്കേണ്ടത്. ഇഫ് ദ ബോൾ ഒബ്റ്റൈൻഡ് വൈറ്റ്, എ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? എ ഈസ് ഈക്വൽ ടു വൈറ്റ് ബോൾ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഈവൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യുമ്പോൾ ഈവൺ ബീത നമ്മൾ 4 ബോൾ ആഡ് ചെയ്യുന്നുണ്ട്, സെയിം കളറാണ്. അപ്പൊ ഈവൺ എന്ന് പറഞ്ഞാൽ ദ ബോൾ ആഡഡ് ബ്ലാക്ക് കൊടുത്തു, ബോൾ ആഡഡ് ബ്ലാക്ക്. ദെൻ ഈ ടു ബി ദ ബോൾ ആഡഡ് വൈറ്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഈവൺ എന്ന് പറയുന്നത് ബോൾ ആഡഡ് ബ്ലാക്ക് ആണ്, E2 എന്ന് പറയുന്നത് ബോൾ ആഡഡ് എന്താണ്? വൈറ്റ് ആണ്. അപ്പൊ രണ്ട് ടോട്ടൽ അത് പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വൈറ്റ് ബോൾ ആഡ് ചെയ്യാനുള്ള പ്രൊബോളിറ്റിയും ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യാനുള്ള പ്രൊബോളിറ്റിയും രണ്ടും 1/2 ആയിരിക്കും. അത് രണ്ടും 1/2 ആയി. ക്ലിയർ ആയല്ലോ? അതായത് രണ്ടും ആഡ് ചെയ്യാനുള്ള പ്രൊബോളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആയി. ഇനി ഇവിടെ നോക്കാം, നമുക്ക് ഈ തന്നേക്കണ ക്വസ്റ്റിനകത്ത് നമ്മൾ E1 എന്ന് പറയുന്നത് ദ ബോൾ ഈസ് ആഡഡ് ബ്ലാക്ക്. എ എന്ന് പറഞ്ഞ് ഏത് ബോൾ ആഡ് ചെയ്താലും നമ്മൾ എടുക്കേണ്ടത് എന്താ? വൈറ്റാ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ ടോട്ടൽ പ്രൊബോളിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വന്നേക്കണത് നോക്കുക. ഇവിടെ നമുക്ക് തന്നേക്കണത് ഇതിനകത്തേക്ക് A/E1 കണ്ടുപിടിക്കണം. A/E1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ E1 എന്ന് പറയുന്നത് ബോൾ ആഡഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോൾ ബ്ലാക്കിന്റെ ടോട്ടൽ പ്രൊബോളിറ്റി എന്തായി? അതായത് 5 ബ്ലാക്കായി. ബ്ലാക്ക് ബോളോ വൈറ്റ് ബോളോ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ടോട്ടൽ 5 ബ്ലാക്ക് ഉണ്ട്. ആ ബ്ലാക്കിനകത്തേക്ക് 4 ബ്ലാക്കോടെ ആഡ് ചെയ്യണം. 4 ബ്ലാക്കോടെ ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ 6ഉം 5ഉം എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഓൾറെഡി ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ ബ്ലാക്ക് ബോൾ ആണ് ആഡ് ചെയ്യണമെങ്കിൽ ആ ബ്ലാക്ക് ബോളിന്റെ എണ്ണം എത്രയായി? 9 ആയി. അപ്പൊ ഇവിടെ എത്ര വരും? ടോട്ടൽ ഇവിടെ ആഡ് ചെയ്ത ബോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്ലാക്ക്. അപ്പൊ ടോട്ടലിനകത്തേക്ക് ബ്ലാക്ക് ബോൾ ആഡ് ചെയ്തപ്പോൾ ബ്ലാക്ക് ബോളിന്റെ എണ്ണം 9 ആയി. ബ്ലാക്ക് ബോളിന്റെ എണ്ണം 9 ആയി. അപ്പൊ ടോട്ടൽ എന്താ? 9ഉം 6ഉം 15 എണ്ണാണ്. ഇവിടെ ബ്ലാക്ക് 4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 6ഉം 5ഉം 11, 14 15ആയി. ടോട്ടൽ 15ആയി. പക്ഷെ നമ്മൾ എടുക്കാൻ പറയുന്ന കളർ ഏതാ? വൈറ്റ് ആണ്. 6. വൈറ്റിന് മാറ്റമില്ല. വൈറ്റ് എപ്പോഴും എന്ത് തന്നെയാണ്? 6/15 ആണ്. കാരണം വൈറ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിലാണ് വൈറ്റ് കൂടുള്ളൂ. നമ്മൾ വൈറ്റ് ആഡ് ചെയ്താലും ബ്ലാക്ക് ആഡ് ചെയ്താലും എടുക്കേണ്ട ബോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു വൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് എന്താണ്? ഇപ്പോൾ E1 എന്ന് പറഞ്ഞാൽ ബോൾ ആഡഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ കൂടി 5 4 9 ആയി. 9ഉം 6ഉം 15 ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ 15 ബോളായി. 15/6 6/15 വരും. ഇനി പി ഓഫ് A/E2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ E2 എന്ന് പറയുന്നത് ബോൾ ആഡഡ് വൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ ബോക്സിനകത്തേക്ക് 6 വൈറ്റും 5 ബ്ലാക്കും ആണ്. അതിനകത്തേക്ക് 4 വൈറ്റ് ആഡ് ചെയ്തു. 4 വൈറ്റ് ആഡ് ചെയ്തപ്പോൾ 6ഉം 5ഉം 11 4ഉം 15 വരും. അപ്പൊ ടോട്ടൽ എപ്പോഴും എന്ത് വരും? 15 വരും. പക്ഷെ എടുക്കാൻ പറഞ്ഞേക്കണ കളർ എന്ത് വരും? 6ഉം 4ഉം ഇവിടെ വന്നേക്കണ 10 വരും. അപ്പൊ ഈ 10 വൈറ്റ് നിന്നാണ് നമ്മൾ ഒരെണ്ണം എടുക്കുന്നത്. അപ്പൊ 10/15 വരും. അപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ ഏത് കളറാണോ ആഡ് ചെയ്യുമ്പോൾ അത് ടോട്ടലായും. പക്ഷെ നമ്മൾ എന്താണ്? എടുക്കാൻ പറഞ്ഞ കളർ ഏതാണോ അത് എടുക്കുമ്പോൾ മാത്രമാണ് എവിടെ മാറുള്ളൂ? ഇവിടെ മാറുള്ളൂ. അല്ലെങ്കിൽ ആ വൈറ്റിന്റെ എണ്ണം മാറ്റം വരില്ല. ക്ലിയർ ആയല്ലോ? ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? വാട്ട് ഈസ് ദ പ്രൊബോളിറ്റി
ബോൾ ആർഡർ ടു ദ ബ്ലാക്ക് ആണ് ചോദിച്ചേക്കണത്. അപ്പോൾ ബ്ലാക്കിൻ്റെ പ്രോബിലിറ്റി ഏതാ നമ്മൾ കൊടുത്ത ഈവൺ. അപ്പോൾ ഈവൺ മുകളിൽ വരും, ബാക്കിയൊക്കെ സമ്മിട്ട് താഴെ വരും. നമ്മൾ ബേയേഴ്സ് തിയറത്തിൻ്റെ ഫോർമുല കൊടുത്തു കഴിയുമ്പോൾ ബേയേഴ്സ് തിയറത്തിൻ്റെ ഫോർമുലയാണ് നമ്മളിവിടെ കൊടുക്കേണ്ട. ബേയേഴ്സ് തിയറം എന്ന് പറയുമ്പോൾ ഏതിനാണ് ഇമ്പോർട്ടൻ്റ്? ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യുമ്പോൾ പ്രോബിലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞേക്കണം. നമുക്ക് ആദ്യത്തെ എന്താണ്? ആദ്യത്തെ അപ്പോൾ പി ഓഫ് ഇ വൺ ആണ് മുകളിൽ വരുന്നത്. പി ഓഫ് എ ബൈ ഇ വൺ വരും. ദെൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്നാ വരും? പി ഓഫ് ഇ വൺ ഇൻറ്റു പി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് പി ഓഫ് ഇ ടു ഇൻറ്റു പി ഓഫ് എ ബൈ ഇ ടു വരും. നമ്മൾ തന്നേക്കണ പ്രോബ്ലത്തിനകത്ത് ആ വാല്യൂസ് എല്ലാം നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എ ബൈ ഇ വൺ ആണ്. ഇവിടെ എന്തായിരിക്കും മക്കളെ? പി ഓഫ് ഇ വൺ ഡിവൈഡഡ് ബൈ എ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി പി ഓഫ് ഇ വൺ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പി ഓഫ് എ ബൈ ഇ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 6/15 ആണ്. ആ വാല്യൂ അങ്ങനെ തന്നെ കൊടുത്തു. ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ വൺ 1/2 വരും, ഇത് 6/15 വരും, പ്ലസ് നമുക്ക് തന്നേക്കണം പി ഓഫ് ഇ ടു എന്താ? 1/2 വരും. ഇനി പി ഓഫ് എ ബൈ ഇ ടു എന്താ? 10/15 വരും. ഇപ്പോൾ നമ്മൾ അറിയാവുന്ന വാല്യൂസ് എല്ലാം, നമ്മൾ പഠിച്ച വാല്യൂസ് എല്ലാം ഈ ഇതിനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വാല്യൂസ് എല്ലാം എങ്ങനെ വരും നോക്കിയേ? 1/2 എന്ന് പറഞ്ഞാൽ 6, 1 ഇൻറ്റു 6 6 വരും, 2 ഇൻറ്റു 15 13 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ 1 ഇൻറ്റു 6 6 വരും, 2 ഇൻറ്റു 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും, പ്ലസ് അടുത്ത എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 13 വരും. നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 വരും. ഇവിടെ നോക്കുക 6/13 അങ്ങനെ തന്നെ വരും, ഡിവൈഡഡ് ബൈ ഇവിടെ LCM രണ്ട് സെയിം ആണ്. അപ്പോൾ 6 + 10 വരും, 16 വരും, ഇവിടെ 13 വരും. അപ്പോൾ ഈ 13ഉം 13ഉം വെട്ടിപ്പോകുമ്പോൾ നമുക്ക് 6/16 വരും. നമ്മുടെ ആൻസർ 6/16 എന്ന് വരും. ക്ലിയർ ആയല്ലോ?